ഇന്ത്യൻ ചക്രവാളത്തിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കം. ഇന്ത്യൻ ഭൂതലത്തിനുമേൽ വസന്തത്തിൻ്റെ ഇടിമുഴങ്ങിയിരിക്കുന്നു. ഡാർജിലിംഗ് മേഖലയിലെ കർഷക തൊഴിലാളികൾ ഉയിർത്തെഴുന്നേറ്റ് കലാപം ചെയ്തിരിക്കുന്നു. 1967 മെയ് മാസം ചൈനയിലെ പീപ്പിൾസ് ഡെയിലി ദിനപത്രത്തിൻ്റെ മുഖപ്രസംഗം പീക്കിംഗ് റേഡിയോ ഇങ്ങനെ സംപ്രേഷണം ചെയ്തു. നക്സൽ ബാരിയിൽ ചാരു മജൂംദാറും കനു സന്യാലും നയിച്ച കർഷക കലാപ വാർത്തകൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കിപ്പുറം ഇവിടെ ഈ കൊച്ചു കേരളത്തിലിരുന്ന് ഒരു സംഘം ആളുകൾ കേൾക്കുന്നുണ്ട്. തങ്ങൾ ആഗ്രഹിച്ച സായുധ കാർഷിക വിപ്ലവത്തിന് സമയമായെന്ന് വിശ്വസിച്ച അവരിലൊരാൾ ഏതാനും വർഷങ്ങൾക്കിപ്പുറം ഭരണകൂടത്തിൻ്റെ വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടും. അടിയോരുടെ പെരുമൻ എ വർഗീസ്, കുന്നിക്കൽ നാരായണൻ, തേറ്റമല കൃഷ്ണൻകുട്ടി തുടങ്ങിയവരായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. നക്സൽ ബാരി സമരസഹായ സമിതി എന്ന പേരിൽ കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രം ഇവിടെ തുടങ്ങുകയാണ്. അനീതിക്കെതിരെ കലാപം ചെയ്യുക, അനീതിക്കെതിരെ കലാപം ചെയ്യുന്നത് ന്യായമാണ്. പിന്നീടിങ്ങോട്ട് ആശയപരമായും അല്ലാതെയും നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ പല വഴി പിരിഞ്ഞെങ്കിലും പ്രധാന മുദ്രാവാക്യം ഇതായിരുന്നു. മർദ്ദിതർക്കും മണ്ണിൽ പണിയെടുക്കുന്നവർക്കും ആദിവാസികൾക്കും വേണ്ടി നിരവധി മുന്നേറ്റങ്ങൾക്ക് നക്സലൈറ്റ് പോരാളികൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അധികാരത്തിൻ്റെ രുചി ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത ആ വിപ്ലവകാരികൾ ത്യാഗവും ധീരതയും മാത്രം കൈമുതലാക്കിയാണ് പുതിയൊരു ലോകം സ്വപ്നം കണ്ടത്. നക്സലൈറ്റ് പ്രസ്ഥാനം കേരളത്തെയും കേരള രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തെയും എങ്ങനെ മാറ്റിമറിച്ചുവെന്നാണ് ഈ പുസ്തകം പറയുന്നത്. RK ബിജുരാജ് എഴുതിയ നക്സലൈറ്റ് മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം, നക്സൽ ദിനങ്ങൾ. നക്സലിസം ചിലർക്കെങ്കിലും കാൽപ്പനികമായ ഒരു ഓർമ്മ മാത്രമായി മാറിയ ഇക്കാലത്ത് നാം ഒരു തോറ്റ ജനതയാണെന്ന് എഴുതി വെച്ച് തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സുബ്രഹ്മണ്യദാസിനെ പോലെയുള്ള നക്സലൈറ്റുകൾ ബാക്കി വെച്ച ചോദ്യങ്ങൾ ഇപ്പോഴും നമുക്ക് മുൻപിലുണ്ട്.